Hello friends, എല്ലാവർക്കും ടെക് മലയാളത്തിലേക്ക് ഒരിക്കൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് CTR നെ കുറിച്ചാണ്. AdSense CTR നെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യൂട്യൂബിൽ വേറൊരു CTR ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള AdSense CTR നെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു AdSense CTR എന്താണ്, അതുപോലെ തന്നെ CTR കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ എങ്ങനെയൊക്കെ ദോഷകരമായി ബാധിക്കും, അതുപോലെ തന്നെ CTR നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ആദ്യമേ നിങ്ങൾ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം CTR എന്താണെന്നുള്ളത് നോക്കാം. CTRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്ലിക്ക് ത്രൂ റേറ്റ് എന്നാണ്. ഈ ഒരു CTR നമ്മുടെ ആഡ്സെൻസിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആഡ്സെൻസിൻ്റെ ഹോം പേജിൽ തന്നെ നമുക്ക് CTRൻ്റെ ഒരു കോളം കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു CTR ഒക്കെ ഏകദേശം 15-ന് മുകളിലൊക്കെ 15% മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് ദോഷകരമായി ബാധിക്കുന്നതായിരിക്കും. ഒരു CTR കൂടാനുള്ള കാരണം നമ്മുടെ ചാനൽ നടക്കുന്ന ഇൻവാലിഡ് ആക്ടിവിറ്റിയാണ്. ഇൻവാലിഡ് ആക്ടിവിറ്റി എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 100 വ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു 100 വ്യൂസിൽ നമുക്കറിയാം മോണിറ്റൈസേഷൻ എനേബിൾ ആവുന്ന ചാനലിലൊക്കെ പരസ്യം വരുന്നതായിരിക്കും. പല ടൈപ്പിൽ പരസ്യം വരും. സ്കിപ്പബിൾ ആഡ്സ്, നോൺ സ്കിപ്പബിൾ ആഡ്സ്, അതുപോലെ തന്നെ ബാനർ ആഡ്സ്, അങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ വീഡിയോകളിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു 100 വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയിൽ 15 ആളുകൾ ആ ഒരു വീഡിയോയിൽ ആ ഒരു ആഡ്സിൽ ക്ലിക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ആ ഒരു ആഡിൽ അഡ്വർടൈസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വെബ്സൈറ്റിലോട്ട് പോയി എന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങളുടെ CTR ഇപ്പോൾ 100-ൽ 15 പേര് ക്ലിക്ക് ചെയ്തപ്പോൾ 15% നിങ്ങൾക്ക് കാണിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു 10 ആണെങ്കിൽ 10 പേരാണ് ആ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 10% കാണിക്കും. ഇതൊരു 15-ഓ അതിന് മുകളിലോ ഇപ്പോൾ 20-30 ക്ലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും പെർസെൻറ്റേജ് നിങ്ങൾക്ക് CTR കൂടിക്കഴിഞ്ഞാൽ യൂട്യൂബ് ഇതിനെ വിലയിരുത്തുന്നത് ഇൻവാലിഡ് ആക്ടിവിറ്റി ആയിട്ടായിരിക്കും. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. 15% മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അൺയൂഷ്വലായിട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ വീഡിയോയിലെ ആഡ്സിൽ ഒരുപാട് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇൻവാലിഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇതൊക്കെ യൂട്യൂബിന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻവാലിഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്തോറും നമ്മുടെ ചാനലിലെ CTR കൂടിക്കൊണ്ടിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, യൂട്യൂബിലെ വീഡിയോസിൽ ഒരുപാട് ക്ലിക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് കുറച്ച് അധികമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇത് എങ്ങനെ ഏർണിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് പല യൂട്യൂബേഴ്സും ചെയ്യുന്നത് സ്വന്തം വീഡിയോ ഇങ്ങനെ നിരന്തരം കണ്ട് ഒരുപാട് പേര് ഇങ്ങനെ ആഡ്സിൽ ക്ലിക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഇൻവാലിഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് മാറുന്നതായിരിക്കും. കാരണം യൂട്യൂബ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏർണിങ്സ് തന്നെ എല്ലാ മാസവും അവർ കട്ട് ചെയ്ത് മാത്രമേ നിങ്ങളുടെ കറക്റ്റ് ബാക്കിയുള്ള ഇൻവാലിഡ് ആക്ടിവിറ്റി അല്ലാത്ത ഒരു ഏർണിങ്സ് മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട്, നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ടിലോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പല യൂട്യൂബേഴ്സും, പല വലിയ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ചെറിയ യൂട്യൂബേഴ്സും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ഏർണിങ്സ്. അതായത് യൂട്യൂബിൽ നമുക്ക് കാണിക്കുന്ന ഏർണിങ്സ് നമ്മുടെ ആഡ്സെൻസിലോട്ട് പോകുമ്പോൾ കട്ടായി പോകുന്നു എന്നുള്ളത് പലരും പറയുന്ന ഒരു സംശയമാണ്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ CTR തന്നെയാണ്. ഈ ഒരു ഹൈ CTR ഏകദേശം 15-ന് മുകളിൽ CTR നിരന്തരം വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ഏർണിങ്സ് കട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള, അതായത് യൂട്യൂബിൽ കാണിക്കുന്ന ഏർണിങ്സ് നമുക്ക് കട്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ നേരത്തെ ഒരുപാട് പ്രാവശ്യം യൂട്യൂബ് ഇങ്ങനെ മെയിൽ കാര്യങ്ങളൊക്കെ അയച്ചു, നമ്മുടെ ചാനലിൽ ഇൻവാലിഡ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരുപാട് മെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും വീണ്ടും ഇൻവാലിഡ് ആക്ടിവിറ്റി നടന്നപ്പോൾ യൂട്യൂബ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ 1 മാസത്തേക്ക് ഡിസേബിൾ ചെയ്തു. നമ്മുടെ ആഡ്സെൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അങ്ങനത്തെ രീതിയിലാക്കി വെച്ചു. അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ ഒരു ചാനലും വരരുത് എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. CTR ഹൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സെൻസിൽ ചെക്ക് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ CTR 15% മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാളത്തേക്ക്, ഒരു 2-3 ദിവസത്തേക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇങ്ങനെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്ത് വെക്കുന്നത് വഴി നമ്മുടെ CTR ഓട്ടോമാറ്റിക്കലി കുറയുന്നതായിരിക്കും. കുറഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവില്ലേ, നിങ്ങളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോസ് ഉണ്ടാവില്ലേ, അതിലെ മോണിറ്റൈസേഷൻ മാത്രം നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ സ്കിപ്പബിൾ ആഡ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെക്കുകയോ ചെയ്ത്
ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CTR ഹൈ ആവുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഡ്സെൻസ് കയറുക, നമ്മൾ CTR ചെക്ക് ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. CTR ചെക്ക് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ദിവസവും CTR ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മുടെ ചാനലിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവും. പിന്നെ എനിക്കെന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് അന്ന് ഡിസേബിൾ ആയതിനു ശേഷം വീണ്ടും എനേബിൾ ആയത്. ഞാൻ ഒരുപാട് നിരന്തരം യൂട്യൂബിന് മെയിൽ ചെയ്തു, ആഡ്സെൻസിൽ മെയിലൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മോണിറ്റൈസേഷൻ വീണ്ടും എനേബിൾ ആയത്. പലർക്കും 1 വർഷമായിട്ട് പോലും മോണിറ്റൈസേഷൻ എനേബിൾ ആകാത്ത ചാനലുകൾ എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. CTR-നെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും CTR-നെ കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കമൻറ്റായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരയ്ക്കും